ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ 6ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ഈ 6ാമത്തെ എപ്പിസോഡിൽ 4 പേര് ഔട്ടായിട്ടുണ്ട്. 4 പേരിൽ റിജോ, സാബിറ, സോണി, ജെറ്റി ഇവരാണ് ഔട്ടായിരിക്കുന്നത്. ഇന്നുള്ള ഗെയിം കുറച്ച് ബെറ്റർ ആയിരുന്നു തന്നെ പറയാം. ഇന്നത്തെ എലിമിനേഷനിൽ കുറേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. എനിക്ക് അറിഞ്ഞുകൂടെ ഇവരെന്തിനാ വന്നിരിക്കുന്നത്, ജഡ്ജസ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ അഗ്നിപരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഹാസം ഏൽക്കാൻ പോകുന്നത് 1 ജഡ്ജസും 2 ബിഗ് ബോസും തന്നെയായിരിക്കും. കാരണം ഒരു ഡിസിഷൻ ഇല്ലാണ്ട് നമ്മൾക്ക് ആ ജഡ്ജ്മെന്റ് കണ്ടാൽ അറിയാം. 2 പേര് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 3ാമത്തെ ആളിനോട് പറയുന്നു, ആ ആൾ അതുകൊണ്ട് അവരെ സേവ് ചെയ്യുന്നു. ഒരാൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ബാക്കി 2 പേരും ഒരാൾ ഇഷ്ടപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് സാധാരണ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്. ഒരു എലിമിനേഷൻ ആയിക്കോട്ടെ, എന്തൊരു പ്രോസസ്സ് ആയിക്കോട്ടെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡിസിഷൻ എന്താണോ അതനുസരിച്ചായിരിക്കും ആ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ പക്ഷെ നേരെ തിരിച്ച റിയാസിന് മാത്രം ഒരാളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മറ്റേവർ 2 പേരും അന്നേരം പറയുന്നു റിയാസിന് ഇഷ്ടപ്പെട്ടത് ഓക്കെയാണ് എന്ന് പറയുന്നു. രഞ്ജിനിക്കും അഖിലിനും ഇഷ്ടപ്പെട്ടവര് റിയാസിന് ഇഷ്ടപ്പെടാഞ്ഞപ്പം രഞ്ജിനി റിയാസിനെ തോണ്ടി വിളിച്ചിട്ട് ഏതാണ്ട് പറഞ്ഞിട്ട് അവരെ ഇഷ്ടപ്പെടുത്തുന്നു. എന്തോന്നാ ഇത്? ഇത്രയും ഒരു പൊളിഞ്ഞ ഷോ കണ്ടിട്ടില്ല. എന്നാലും ഒരു കാര്യം പറയാം, ഇന്നത്തെ ഗെയിമൊക്കെ കുറച്ച് ബെറ്റർ ആയിരുന്നു. ടാസ്ക് കൊടുത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിരുന്നു. അല്ലാണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാതെ ഓരോ ദിവസം വെറുപ്പിച്ച് പണ്ടാരടക്കുന്ന ഒരു ഷോ. ഇന്നത്തെ എലിമിനേഷനും അതെ, എലിമിനേഷൻ എനിക്കൊന്നു എലിമിനേഷനിൽ വന്ന ആണുങ്ങൾ കുറെ പേരിന്ന് വന്നിരുന്നു. അപ്പോൾ ആ മെയിൽ കണ്ടസ്റ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് കുറച്ച് പെണ്ണുങ്ങൾ മാത്രമോ അല്ലെങ്കിൽ വലിയ ഒരു ആക്റ്റീവ് അല്ലാത്ത ആണുങ്ങൾ മാത്രമോ അതിനകത്ത് ഷോയെ ഡൗൺ ആയി പോകും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊരു ടാസ്ക് ഒക്കെ കൊടുത്തു നോക്കിയേ, നല്ല ടാസ്ക് ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുമ്പം അവസാന ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് എന്താ പറയണ്ടേ, ഒരു കാശിന് കൊള്ളാത്ത ജഡ്ജ്മെന്റ്. സത്യത്തിൽ ഈ 3 ജഡ്ജസിനെയും എടുത്ത് എപ്പോഴേ വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. എസ്പെഷ്യലി ആ റിയാസിനെയും രഞ്ജിനിയും അവരെന്താ പറയണെന്ന് അവർക്ക് തന്നെ നല്ല ബോധമില്ല. അവർക്ക് എന്ത് പറയണമെന്നും അറിയത്തില്ല, എന്തോ പറയണ്ടില്ല. കുരങ്ങിന്റെ ഈ പൂമാല കൊടുത്ത പോലെ ഇവർ 2 പേരും വന്നുള്ള ആക്ടിവിറ്റീസ്. റിയാസിനാണെങ്കിൽ മലയാളം പറയടാ മലയാളി എന്നും പറഞ്ഞില്ല, റോബിൻ കിടന്ന് എന്തുമാത്രം അലച്ചതാ. എന്നാലും ആഷ് പുഷ് സ്റ്റൈലിൽ റിയാസിന് വരത്തുള്ളൂ. റിയാസ് പറഞ്ഞോട്ടെ, ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ, പക്ഷെ ഇതൊരു മലയാളം ഷോയാണ്. ഈ മലയാള ഷോയ്ക്ക് ഒരു നിയമമുണ്ട്. അത് അഗ്നിപരീക്ഷ ആയിക്കോട്ടെ, ബിഗ് ബോസ് ആയിക്കോട്ടെ, അവിടെ മലയാളത്തിൽ പറയണമെന്നൊരു നിയമമുണ്ട്. അത് ആരും തന്നെ പാലിക്കുന്നില്ല. എല്ലാവരും ഇംഗ്ലീഷുകാരാണ്. ഇതെന്തോന്ന് അമേരിക്കയിൽ വെച്ച് നടത്തുന്ന ഷോയോ? സാധാരണ ജനങ്ങൾ കാണുന്ന ഷോയാണിത്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നമ്മുടെ മാതൃഭാഷയാണ്. അത് ഉപയോഗിക്കാൻ പോലും ഉള്ള ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യാണ്ട് എന്താ പറയണ്ടേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.